നമ്മുടെ ഈ സദസ്സ് അത് ഹബീബിനോടുള്ളൊരു ബഹുമാനത്തിൻ്റെ പേരിൽ ആണ്. ആ ഒരു ആദരവ് പ്രകടിപ്പിക്കുന്ന സദസ്സാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സ്വീകരിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. അള്ളാഹു നമ്മളോട് ഹബീബിനെ കുറിച്ച് പറഞ്ഞതെന്താ? ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്നൊരു റസൂല് വന്നിരിക്കുന്നു. ജിന്നുകളിൽ നിന്നല്ല, മലക്കുകളിൽ നിന്നല്ല, നിങ്ങളിൽ നിന്നാണ്, മനുഷ്യരിൽ നിന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. ആ റസൂലിൻ്റെ സ്വഭാവം എന്താണ്? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുക എന്നുള്ളത് ആ റസൂലിന് വല്ലാത്ത പ്രയാസമാണ്. നമ്മൾ ആ റസൂലിൻ്റെ ഉമ്മത്തിയായി അൽഹംദുലില്ലാ, ഒരു അൽഹംദുലില്ലാ പറയും. അതിനേക്കാൾ വലിയൊരു നിഅമത്തില്ല. അള്ളാഹു ചെയ്ത വലിയ നിഅമത്താണിത്. നമുക്ക് എന്ത് പ്രയാസവും ബുദ്ധിമുട്ടും വരുമ്പോൾ ആ നിഅമത്ത് ഓർത്തിട്ട് അതിനെ മറികടക്കാൻ പറ്റും. സ്വഹാബത്ത് അങ്ങനെയാണ്. അവർക്ക് എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും പ്രയാസം വരുമ്പോഴും അവരെ മനസ്സിൽ ഞങ്ങൾക്ക് ഹബീബുണ്ടല്ലോ, ഞങ്ങൾ ആ റസൂലിൻ്റെ ഉമ്മത്തിയാണല്ലോ എന്നുള്ള സന്തോഷമാണ്. ആ ഒരു സന്തോഷം നമുക്കും വേണം. നമ്മളോടാണ് ഖുർആൻ പറയുന്നത്, ഇത് വേറെ ആരോടെങ്കിലല്ല. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുക എന്നുള്ളത് ആ റസൂലിന് വല്ലാത്ത പ്രയാസമാണ്. അപ്പം നമ്മളുടെ പ്രയാസത്തിൽ നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഹരീസുൻ അലൈക്കും, നിങ്ങളോട് വല്ലാത്ത ആഗ്രഹമാണ്, വല്ലാത്ത താല്പര്യമാണ്. നിങ്ങളൊന്ന് നന്നാകാൻ, നിങ്ങളൊന്ന് ഹിദായത്തിലാകാൻ, നിങ്ങളൊന്ന് സ്വർഗത്തിലാകാൻ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാകാൻ നിങ്ങളെക്കാൾ ആഗ്രഹിക്കുന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളോട് റഊഫുർ റഹീമാണ്, കൃപയും റഹ്മത്തുള്ള ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതിനേക്കാൾ വലിയ സംഗതി എന്താണ്? അപ്പം നമ്മളെക്കാൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ വാപ്പ ഉമ്മ എല്ലാവരെക്കാളും നമ്മളെ സ്നേഹിക്കുന്നുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മളും തിരിച്ചങ്ങോട്ട് അങ്ങനെ ആവണം. നമ്മളും അങ്ങനെ ആവണം. എന്നാലേ നമ്മുടെ ഈമാൻ കാമിലാകുള്ളൂ. നമ്മളെ സ്വന്തത്തെക്കാൾ, മാതാപിതാക്കള്, മക്കള്, ഭാര്യ, കുടുംബങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിനേക്കാൾ, എന്നല്ലേ നമ്മളെ സ്വന്തത്തെക്കാൾ നമ്മൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം, മഹബത്ത് വെക്കണം. ഇങ്ങോട്ടങ്ങനെയാണ്. അപ്പൊ തിരിച്ചു അങ്ങോട്ട് അങ്ങനെയാണ്. എന്നാലേ നമ്മളെ ഈമാൻ കാമിലാകുള്ളൂ. ഇപ്പൊ നമ്മളെ ഈമാൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും വിലയിരുത്താൻ കഴിയും. ഈമാനിൽ നമ്മൾ എവിടെയാണുള്ളത്? നമ്മളും ഹബീബുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഇപ്പൊ ഇന്ന് രാവിലെ എണീറ്റപ്പോ ഹബീബിനെ ഓർത്തവരാരാണ്? രാവിലെ എണീറ്റ സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർമ്മ വരൂലേ? എങ്ങനെ ഓർമ്മ വരാതിരിക്കുക? കാരണം രാവിലെ ദിക്ർ ചൊല്ലണം. എണീക്കുമ്പോഴുള്ള ദിക്റുണ്ട്. ആ ദിക്ർ എവിടുന്ന് കിട്ടിയതാ? നിങ്ങൾ ഓരോരുത്തർ ചിന്തിച്ചുണ്ടാക്കി പഠിച്ചതാ? ആ ദിക്ർ എവിടുന്ന് കിട്ടിയതാ? ഈ ഉമ്മത്തി മുഴുവനും ആ ദിക്റാ ചൊല്ലണേ. അതെവിടുന്ന് കിട്ടിയതാ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ മുത്തുനബിയാണ് ഓർമ്മ വരുന്നത് ആ ദിക്ർ ചെല്ലുമ്പോൾ.
കാരണം ആ ദിക്റിലൂടെ നമ്മൾ ആരെയാണ് കാണിക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുത്തുനബി അങ്ങനെയായിരുന്നു, ഉറക്കത്ത് നിന്ന് എണീറ്റാൽ ചൊല്ലിയിരുന്ന ദിക്ർ. നമ്മൾ ബാത്റൂം പോയി, ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മ വരിക. ഇങ്ങനെ ഓർമ്മ വരാതിരിക്കുക? കാരണം നമ്മൾ ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ ഏത് കാലെടുത്തിട്ടാ കിടക്കുക? ആദ്യം വെക്കേണ്ട കാലേതാ? ഇടത്തെ കാല്. ചൊല്ലേണ്ട ദിക്റില്ലേ, ഇതെവിടുന്ന് കിട്ടിയതാ? നമ്മളെ ഇഷ്ടത്തിനുണ്ടാക്കിയതാ? അല്ല, ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ അപ്പൊ ഓർമ്മ വന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ഓർമ്മ വന്നവരുണ്ടോ? പിന്നെ നമ്മൾ വുളു ചെയ്യുമ്പോ ഈ വുളു ആരുടെ വുളുവാ? ആരോർമ്മ വന്നു? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. തൊപ്പിയിടുമ്പോ, തലമറക്കുമ്പോ, വെള്ളവസ്ത്രം ധരിക്കുമ്പോ, അത്തറ് പൂശുമ്പോ ഒക്കെ റസൂലിന്റെ ഓർമ്മ വരികയാണ്. നിസ്കരിക്കുമ്പോ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചോ അങ്ങനെ നിസ്കരിക്കണം. അപ്പൊ നബിയുടെ നിസ്കാരാ നമ്മൾ നിസ്കരിക്കണത്. നബിയുടെ ഖിയാമും റുകൂഉം സുജൂദും ഇഅ്തിദാലും, നബിതങ്ങൾ ചെയ്തത്, നബിതങ്ങൾ പ്രവർത്തിച്ചത്, നബിതങ്ങൾ കരുതിയത്. അപ്പൊ ഒരു ഉമ്മത്തിയുടെ ജീവിതം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ്. അള്ളാഹ്ക്ക് നമ്മളെ കാണാൻ ഇഷ്ടമല്ല, റസൂലിനെയാണ് കാണാൻ ഇഷ്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നമ്മൾ കാണിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റൂല, താടി പഠിച്ചിട്ട് ജീവിക്കാൻ പറ്റൂല. താടി പഠിക്കുമ്പോൾ നമ്മൾ ആരെ കാണിച്ചു കൊടുക്കണത്? താടി വെക്കുമ്പോൾ ആരെ കാണിച്ചു കൊടുക്കണത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അതുകൊണ്ട് ഉമ്മത്തിയാണെന്ന് അറിയിക്കണം. ഉമ്മത്തിയാകുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ ഒരു കണ്ണാടിയാണ് നമ്മൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ കാണിക്കുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടാവും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടാവും. ഇപ്പോഴും റസൂൽ തന്നെയല്ലേ, നമ്മളെ വീക്ഷിക്കണില്ലേ? ഹയാത്തി ഖൈറുൽ ലക്കും, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. ജീവിതം എങ്ങനെയാ ഖൈറാകുന്നത്? നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം, എനിക്ക് അങ്ങോട്ട് സംസാരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം നടക്കും. എന്നാ വഫാത്തി ഖൈറുൽ ലക്കും, എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. വഫാത്ത് എങ്ങനെയാ ഖൈറാകുന്നത്? തുഅറദു അലയ്യ അഅ്മാലുക്കും, നിങ്ങളെ അമലുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും. അപ്പൊ ഇവിടെ നടന്ന അമല്, ഈ അമല് ആരുടെ മുമ്പിൽ പ്രദർശിക്കപ്പെടുന്നുണ്ട്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ. ആ ഒരു സന്തോഷത്തിൽ ഇരിക്കണം നമ്മള്, എവിടെയെങ്കിലും ചിന്തിച്ചിട്ടല്ല. എന്ത് അമല് ചെയ്യുമ്പോഴും ഈ അമല് അള്ളാഹു കാണുന്നുണ്ട്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കാണിക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, മാ റഅയ്തു മിൻ ഖൈരിൻ ഹമിദുല്ലാഹ്, നിങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. വമാ റഅയ്തു മിൻ ശൈഇൻ ഇസ്തഗ്ഫർതു ലക്കും, നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ അള്ളാഹിനെ സ്തുതിക്കും, റസൂലിന് സന്തോഷമാവും. അപ്പൊ റസൂലിനെ സന്തോഷിപ്പിച്ചിട്ടാവണം നമ്മളെ ജീവിതം, റസൂലിനെ സന്തോഷിപ്പിച്ചിട്ടാവണം നമ്മളെ ജീവിതം. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റക്കല്ല, നമ്മൾ വാതിലടച്ച് ആരും കാണൂല എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഒറ്റക്കല്ല, ആരുണ്ട് കൂടെ? അള്ളാഹു ഉണ്ട്. അവന്റെ ഹബീബ് ഇത് എൻ്റെ മുമ്പിൽ ഇത് കാണിക്കപ്പെടുന്നുണ്ട്. പിന്നെ എങ്ങനെ ഈ ഉമ്മത്തിക്ക് തെറ്റ് ചെയ്യാൻ കഴിയുക? ആ ഒരു ബോധം നമ്മളെ കൽബിലുണ്ടാവണം. ആ ഒരു ബോധം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നന്നാവും. അപ്പൊ ആദ്യം ഞാൻ എൻ്റെ ഹബീബിനെ കുറിച്ചുള്ള ഓർമ്മയും ആ ഹബീബിനെ കുറിച്ചുള്ള ചിന്തയും ആ ഹബീബിൻ്റെ ഉമ്മത്തി ആയാലോ എന്നുള്ള സന്തോഷവും ഒരു മുഅ്മിനിനുണ്ടെങ്കിൽ അത് മതി അവൻ നന്നാവാൻ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.
നമുക്ക് എല്ലാത്തിനും റസൂലിനുണ്ട്, എല്ലാത്തിനും റസൂലുണ്ട്. റസൂലുള്ളാഹി തങ്ങൾക്ക് അങ്ങോട്ട് കൊടുത്തിക്കാണ് ദുനിയാവ് ആഖിറും. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഫയിൽ പറയുന്നുണ്ട്, അല്ലാഹു തആല ഈ ഭൂമിയെ സ്വർഗം പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങോട്ട് പതിച്ചു കൊടുത്തിക്കാണ്. ലിഅന്ന അല്ലാഹു തആല അഖ്തഅ ലഹു അർളദ് ദുനിയ കഅർളിൽ ജന്ന. എന്തിനാണത്? ദുനിയാവ് ആഖിറു റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുത്തിക്കാണ്. എന്തിന്? ലിയുഖ്തിഅ മിൻഹുമാ മാ ശാഅ മൻ ശാഅ. ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിച്ചവർക്ക് ഉദ്ദേശിച്ചത് അങ്ങോട്ട് കൊടുക്കാം. അപ്പൊ തരേണ്ടത് ആരാണ്? തരുന്നത് അള്ളാഹുവാണ്. അതൊക്കെ വിഹിതിച്ചു കൊടുക്കുന്ന ആളാരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവണം ഇൻഷാ അല്ലാഹ്. റാലി നടക്കുമ്പോഴും അതുപോലെ തന്നെ മൗലിദുകളൊക്കെ മദർസകളിലൊക്കെ നടക്കുമ്പോഴും നബിദിന പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോഴും ഈ ഒരു സന്തോഷത്തിലാകണം. സുന്നത്ത് ഇങ്ങനെ ഇന്ന് ജീവിതത്തിൽ ഇനി മുതൽക്ക് സുബ്ഹി നിസ്കരിക്കാൻ പോവുക നമ്മൾ റസൂലുള്ളാഹിനെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളൊരു ജീവിതമാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.